നിഷാൻ, എന്തോ ഇന്ന് നവംബർ 23 കേരള ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവം അവസാനിച്ചതിന്റെ 100ാം വാർഷികമാണിത്. അതായത് 100 വർഷം മുമ്പ് 1925 നവംബർ 23 എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ടുണ്ട്. ഏതാ? വൈക്കം സത്യാഗ്രഹം. ശരിയായ ഉത്തരവാണ്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. സമരം എത്ര ദിവസമാകെ? 603. ശരിയായ ഉത്തരവാണ്, 603 ദിവസം. ഓക്കെ, അപ്പൊ വൈക്കം സത്യാഗ്രഹമൊക്കെ നടക്കാൻ കാരണമായ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനദ സമ്മേളനത്തിൽ അയിത്തോച്ചാടനം, അയിത്തം ഇല്ലാതാക്കണം എന്ന രീതിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ഒരു മലയാളിയാണ്, ഒരു മലയാളി സാമൂഹ്യ പരിഷ്കർത്താവ്. ആരാണ് അദ്ദേഹം? ടി.കെ. മാധവൻ. ഓക്കെ, അപ്പോൾ അതിന്റെയൊക്കെ ചൂട് പിടിച്ചാണ് 24 മാർച്ച് 30 സമരം തുടങ്ങുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോട്ടിലൂടെ നടക്കാൻ പറ്റണം, അതായിരുന്നു ആവശ്യം. അങ്ങനെ അന്നത്തെ അധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമരത്തിൽ ആദ്യമായി യാത്ര ചെയ്ത് ജയിൽ ശിക്ഷ വാങ്ങിയ 3 പേരുണ്ട്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. കാരണം എനിക്ക് തോന്നി ഗോവിന്ദപ്പണിക്കര് ഈ വലിയ കുടുംബത്തിലാണല്ലോ. ഗോവിന്ദപ്പണിക്കരെ മാത്രം കയറ്റി വിട്ടായിരുന്നു പോലീസ്. പക്ഷെ ഗോവിന്ദപ്പണിക്കർ പറഞ്ഞു ഈ ബാക്കി 2 ആൾക്കാരില്ലാതെ ഞാൻ കയറി പോകത്തില്ലെന്ന് പറഞ്ഞു. ഓ ശരി ശരി, ഓക്കെ. അങ്ങനെ എന്തായാലും സമരം അവസാനിക്കുന്നത് 1925 നവംബർ 23 സമരം അവസാനിച്ചെന്നുള്ള പ്രഖ്യാപനം വരുന്നത്. സമരം അവസാനിക്കാൻ കാരണക്കാരിയായ തിരുവിതാംകൂർ രാജാവിനെയൊക്കെ അറിയാം. ആരാ? സമരം തുടങ്ങിയപ്പോഴാ ശ്രീമൂലം തിരുനാൾ, അവസാനിക്കുമ്പോൾ റാണി സേതുലക്ഷ്മി ഭായി ആണ്. ഓക്കെ, 25 നവംബർ 23 സമരം തീർന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയതാരാ? സമരത്തിൽ മഹാത്മാഗാന്ധിയൊക്കെ വന്നിരുന്നു, പക്ഷെ ഗാന്ധിയൊക്കെ പോയി. യെസ്, കേരള ഗാന്ധി കൂടിയായ കെ കേളപ്പൻ. ഓക്കെ.